أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه وعلى آله. عن أبي هريرة رضي الله عنه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്നഹു അദ്ദേഹം സമിഅ കേട്ടു, അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടു, യഖൂലു നബി തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. നബി തങ്ങൾ പറഞ്ഞു, അത് കേട്ട ഒരു സംഭവമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. നോക്കാം. ഇന്ന സലാസത്തൻ, 3 പേർ, മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരിൽപ്പെട്ട 3 പേർ. ആരൊക്കെയാണത്? അബ്റസ, വെള്ളപ്പാണ്ടുള്ള ഒരാള്, വ അക്റഅ, കഷണ്ടിയുള്ള ഒരാൾ, വ അഅമ, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ. ഇങ്ങനെ 3 പേര്. വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ട്, അതുപോലെ കഷണ്ടി ഇല്ലാത്ത ഒരാളും കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളും. അറാദല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചു, അൻ യബ്തലിയഹും, അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ആ 3 പേരെയും ഒന്ന് പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത് അള്ളാഹു പിന്നെ അവരെ നിരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങി. നോക്കുക, ഏതാണ് വിഷയം. അങ്ങനെ ഫബഅസ, അള്ളാഹു അയച്ചു, ഇലൈഹിം, അവരിലേക്ക് അയച്ചു, മലക്കൻ, ഒരു മലക്കിനെ അയച്ചു. ഫഅത, ആ മലക്ക് ചെന്നു, അൽ അബ്റസ, വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ട ആളുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, അയ്യു ഷൈഇൻ, ഏതൊരു കാര്യമാണ്, അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൗനുൻ ഹസനുൻ, നല്ല നിറമാണ്. നല്ല നിറം, ലൗന് എന്ന് പറഞ്ഞ നിറം, നല്ല നിറം വേണം. അതുപോലെ ജിൽദുൻ ഹസനുൻ, നല്ല തൊലിയും വേണം. അതുപോലെ യദ്ഹബു അന്നി, എന്നെ തൊട്ട് പോകണം, ഇല്ലാതെയാവണം. ഹാദ, ഇത്. അല്ലദീ ഖദ് കദിറനിന്നാസു, ജനങ്ങൾ എന്നെ മോശമായി കാണുന്ന, ജനങ്ങൾ എന്നെ വെറുപ്പോടെ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതൊന്ന് പോകണം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഖദ് കദിറ, കദിറ അത് മതിയായ ഫീലാണ്. സമിഅ എന്ന് പറഞ്ഞ കദിറ, മോശമായി കാണുന്നു, നീ എന്നെ, അന്നാസു, ജനങ്ങൾ, ജനങ്ങൾ എനിക്ക് മോശമായി കാണുന്നതായ ഒന്ന് എന്നിൽ നിന്നും പോകണം. അതായത് ഈ വെള്ളപ്പാണ്ടുള്ള ഒരാളെ കാണുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ ആകെ ഒരു പരിഹാസത്തോടു കൂടെയും ഇയാളെ വേദനിപ്പിക്കുന്ന രൂപത്തിലൊക്കെയാണ് പെരുമാറൽ. അവർക്കത് ഇഷ്ടമില്ല. ഇയാളെ കാണുമ്പോൾ അവർ വഴിമാറി നടക്കും, വെറുപ്പോടുകൂടെ നോക്കും. അത്തരം സംഗതി എന്നിൽ നിന്നും നീങ്ങിപ്പോവണം എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോ മസഹ, മലക്ക് തടവി, ഹു, ഇദ്ദേഹത്തെ തടവി. ഫദഹബ അൻഹു, അങ്ങനെ അദ്ദേഹത്തെ തൊട്ട് പോയി. കദറുഹു, അദ്ദേഹത്തിൻ്റെ മോശം അവസ്ഥ പോയി, നീങ്ങിപ്പോയി. ഈ കദറു എന്ന് പറഞ്ഞാൽ ഇത് ഇസ്മാട്ടോ, മസ്തറാണ്. കദിറ എന്ന് പറഞ്ഞാൽ മാലിയായ ഫീല്, സമിഅ എന്നൊക്കെ പറഞ്ഞ പോലത്തെ മാലിയായ ഫീലാണ്. അലിമ എന്നൊക്കെ പറഞ്ഞ പോലത്തെ
സമിഅ, അലിമ, കദിറ. ഇത് കദർ എന്ന് പറഞ്ഞാൽ മോശം. അങ്ങനെ മോശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നീങ്ങിപ്പോയി. ഉഴുത്തിയ, അദ്ദേഹത്തിന് നൽകപ്പെട്ടു, ലൗനൻ ഹസനൻ, നല്ല നിറം നൽകി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കാല, പിന്നെ മലക്ക് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലേതാണ്? കാല, അദ്ദേഹം പറഞ്ഞു, അൽ ഇബിലു, ഒട്ടകമാണ് എന്ന് പറഞ്ഞു. ഔ കാല അൽ ബക്കറു, അതോ പശുവാണോ? അത് ശക്കർ റാവി, റിപ്പോർട്ട് ചെയ്ത റാവിക്കൊരു സംശയമുണ്ട്. ഒട്ടകം എന്നാണോ നബിതങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് പറഞ്ഞത്, അതല്ല പശുവാണോ? ഏതായാലും ഏതാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ഫഉഅ്തിയ, അദ്ദേഹത്തിന് നൽകപ്പെട്ടു, നാഖത്തൻ ഉശറാ, ഒരു ഗർഭിണിയായ ഒരു ഒട്ടകത്തിനെ നൽകി. ഗർഭമുള്ള ചെനയുള്ള ഒരു ഒട്ടകത്തെ കൊടുത്തു. എന്നിട്ട് ഫഖാല, മലക്ക് പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീഹാ, അള്ളാഹു നിനക്ക് ഇതിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളപ്പാണ്ട് പിടിച്ച ആളുടെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു. രണ്ടാമത് ഫഅത, മലക്ക് ചെന്നു, അൽ അക്റഅ, കഷണ്ടിക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് എന്ത് കാര്യമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ഖാല, അപ്പോൾ കഷണ്ടിയുള്ള ആൾ പറഞ്ഞു, ഷഅറുൻ ഹസനുൻ, നല്ല മുടി വേണം. വയദ്ഹബു അന്നി, എന്നെ തൊട്ട് പോകണം, ഹാദല്ലദി, ഇത് എങ്ങനെയുള്ളത്, കദിറനി, എനിക്ക് മോശമായി കാണുന്നു, എന്നെ വെറുപ്പോടുകൂടെ കാണുന്നു, അന്നാസു, ജനങ്ങൾ. ജനങ്ങൾ വെറുപ്പോടുകൂടെ എന്നെ കാണുന്ന ഈ ഒരു അവസ്ഥ എന്നിൽ നിന്നും നീങ്ങിപ്പോണം, നല്ല മുടി വേണം. അങ്ങനെ ഫമസഹ, അദ്ദേഹത്തെ മലക്ക് തടവി, അദ്ദേഹത്തിനെ തടവി, ഫദഹബ അൻഹു, അദ്ദേഹത്തിന് തൊട്ട് പോയി, ആ മോശമായ സംഗതി പോയി. വഉഅ്തിയ, അദ്ദേഹത്തിന് നൽകപ്പെട്ടു, ശഅറൻ ഹസനൻ, നല്ല മുടി അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ക്ലിയർ അല്ലേ? ഫറൂഖ്, ഫറൂഖ് ഭായ് കേൾക്കണല്ലേ? അങ്ങനെ മലക്ക് പിന്നെ ചോദിച്ചു, മലക്ക് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുതലേതാണ്, സമ്പത്ത് ഏതാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ബഖറു, പശുവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഫഉഅ്തിയ, അദ്ദേഹത്തിന് നൽകപ്പെട്ടു, ബഖറത്തൻ ഹാമിലൻ, ഗർഭിണിയായ ഒരു പശുവിനെ നൽകപ്പെട്ടു. അത് ഒട്ടകമാണോ പശുവാണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും ഒട്ടകത്തെ പശുവാണെങ്കിൽ പശുവിനെ കൊടുത്തു. നമ്മുടെ വിഷയം അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുത്തു. വഖാല, എന്നിട്ട് മലക്ക് പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീഹ, ഈ പശുവിൽ അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. രണ്ടാളെടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്തു. ഇനി ഒരാൾ ബാക്കിയുണ്ട്. ഫഅത്തൽ അഅ്മ, കണ്ണ് കാണാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുടെ അടുത്തേക്ക് ചെന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻ യറുദ്ദല്ലാഹു ഇലയ്യ, അള്ളാഹു എനിക്ക് മടക്കി തരലാണ്, ബസരീ, എൻ്റെ കാഴ്ചയെ, ഫഉബ്സിറ ബിഹിന്നാസ, ഫഉബ്സിറന്നാസ, അങ്ങനെ കാഴ്ച മടക്കി തന്നാൽ ഞാൻ ജനങ്ങളെ കാണും. അപ്പം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയും അദ്ദേഹത്തിന്. അള്ളാഹു ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് ഇദ്ദേഹം ഓർത്തുട്ടോ, അള്ളാഹു എനിക്ക് മടക്കി നൽകലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.
ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ, വേറെ രൂപത്തിൽ സംസാരിച്ച്. ഫമസഹഹു, അദ്ദേഹത്തെ തടവി, മലക്ക് തടവി. ഫറദ്ദല്ലാഹു ഇലൈഹി ബസറഹു, അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി അള്ളാഹു മടക്കി നൽകി. ഖാല, മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുതലേതാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ഗനമു, ആടാണ്. ഫഉഅ്തിയ ഷാത്തൻ വാലിദൻ, ഗർഭമുള്ള പള്ളയിലുള്ള ഒരു ആടിനെ, ഒരു പെണ്ണാടിനെ അദ്ദേഹത്തിനും കൊടുത്തു. ഫ അൻതജ ഹാദാനി, നേരത്തെ പറഞ്ഞ പശുവും ഒട്ടകവും ഒരുപാട് പ്രസവിച്ചു. വല്ലത ഹാദ, ഇതും ആടും പ്രസവിച്ചു. നേരത്തെ പറഞ്ഞ പശുവും ഒട്ടകവും പ്രസവിച്ചു, ഒരുപാട് കുട്ടികളാക്കി. ഫകാന ലിഹാദ, ഇദ്ദേഹത്തിനുണ്ടായി, അതായത് ഒന്നാമത് പറഞ്ഞ ആൾക്ക്, വാദിൻ, ഒരു താഴ്വരയുണ്ടായി, മിനൽ ഇബിലി, ഒട്ടകത്തിനാൽ ഒരു താഴ്വര ഫുള്ള് ഒട്ടകം അദ്ദേഹത്തിനുണ്ടായി. വലിഹാദ വാദിൻ മിനൽ ബക്കരി, ഇദ്ദേഹത്തിന് പശുവിനാൽ ഒരു വലിയ താഴ്വര ഉണ്ടായി. വലിഹാദ വാദിൻ മിനൽ ഗനം, അദ്ദേഹത്തിന് ആടിനാൽ വലിയ ഒരു പ്രദേശം ഉണ്ടായി. ക്ലിയർ അല്ലേ? അൻതജ, ഉണ്ടാക്കി, അതായത് റിസൾട്ട് ഉണ്ടാക്കി. നമ്മുടെ പശുവും ഇൻതാജ് മസൽ, നതീജ, ഫലം എന്ന് പറയും. നതീജത്തുൽ ഇംതിഹാൻ, പരീക്ഷാ ഫലം. അപ്പോൾ ഇത് ഒട്ടകവും അതും പ്രസവിച്ചു, പെറ്റുപെരുകി, ആടും പെറ്റുപെരുകി. അങ്ങനെ ഓരോരുത്തർക്കും ധാരാളം സമ്പത്തുണ്ടായി. ബാക്കി പറയാം. സുമ്മ, പിന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം, ഇന്നഹു, മലക്ക്, അത്തൽ അബ്റസ, ആ വെള്ളപ്പാണ്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. ഫി സൂറത്തിഹി, അവൻ്റെ രൂപത്തിൽ, വഹൈഅത്തിഹി, അവൻ്റെ ഭാവത്തിലും, അവൻ്റെ രൂപത്തിലും ഭാവത്തിലും ചെന്നു. ഒരു വെള്ളപ്പാണ്ടുകാരനെ പോലെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഫഖാല, എന്നിട്ട് മലക്ക് പറഞ്ഞു, റജുലുൻ മിസ്കീനും, ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ. ഖദിൻഖതഅത് ബിയ, എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അൽ ഹിബാലു, സാമഗ്രികൾ, ഫി സഫരി, എൻ്റെ യാത്രയിലെ സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അതായത് യാത്ര പോകുന്ന ആളാണ് ഞാൻ. എൻ്റെ യാത്രയിൽ വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, കഴിഞ്ഞുപോയി. ഫലാ ബലാഗലി, എനിക്ക് ഒരാശ്രയം ഇല്ല. അല്യവും, ഇന്ന്, ഇല്ല ബില്ലാഹ്, അള്ളാഹു അല്ലാതെ. സുമ്മ ബിക, പിന്നെ അള്ളാഹു നിനക്ക് തന്ന നിന്നെ കൊണ്ടും അല്ലാതെ. നിനക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നീ തരികയോ അല്ലെങ്കിൽ അള്ളാഹു തരികയോ അല്ലാതെ എനിക്ക് വേറൊരാശ്രയവും ഇന്നില്ല. ഫലാ ബലാഗ, ഒരാശ്രയവുമില്ല. ലീ, എനിക്ക്, അല്യവും, ഇന്ന്, ഇല്ല ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹു നൽകലല്ലാതെ. അല്ലെങ്കിൽ സുമ്മ ബിക, പിന്നെ അള്ളാഹു നിനക്ക് അനുഗ്രഹിച്ച് നിനക്ക് തന്നതിൽ നിന്നും നീ നൽകുക, അതും അള്ളാഹു തന്നെ തരുന്നതാണ്, നീ മുഖേന തരുന്ന, അങ്ങനെയല്ലാതെ വേറൊരു ആശ്രയവും ഇല്ല. എന്നിട്ട് പറയാണ്, അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബില്ലദി, ഒരുത്തനെ മുൻനിർത്തി ചോദിക്കുന്നു. എങ്ങനത്തെ ഒരുത്തനാണ്? അഅതാക, നിനക്ക് അവൻ നൽകിയിരിക്കുന്നു. അല്ലൗനൽ ഹസന, ഭംഗിയുള്ള നിറം നിനക്ക് നൽകിയ ഒരുത്തനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു? വൽ ജിൽദൽ ഹസന,
നല്ല തൊലിയും നല്ല നിറവും നൽകിയ ഒരുത്തൻ. അത് അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ വൽമാല, മുതലിനെ നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു. ബഈറൻ, ഒരു ഒട്ടകമാണ്, ഒറ്റ ഒട്ടകം. അത്തബല്ലഹു ബിഹി, ആ ഒട്ടകത്തെ ഉപയോഗിച്ച് ഞാൻ എത്തിച്ചേരും. ഫി സഫരി, എൻ്റെ യാത്രയിൽ ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് എത്താൻ പറ്റും. ഒറ്റ ഒട്ടകം തന്നാൽ മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നിന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ലേ, നിനക്ക് നിന്റെ അസുഖം മാറ്റി നിനക്ക് സമ്പത്ത് നൽകിയ അല്ലാഹുവില്ലേ, മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഒരൊട്ടകം നീ നൽകണം. ആ ഒട്ടകത്തെ ഉപയോഗപ്പെടുത്തി യാത്രയിൽ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അൽ ഹുഖൂഖു കസീറത്തുൻ, ഒരുപാട് ഇടപാടുകളുണ്ട്. അൽ ഹുഖൂഖു, ബാധ്യതകൾ, കസീറത്തുൻ, ധാരാളമുണ്ട്. നിങ്ങളിപ്പോൾ കാണുകയാണ് ഇവിടെ നമ്മളെ 5-6 വണ്ടിയും 5-10-15 ഏക്കറൊക്കെ കാണാം. പക്ഷെ ഒക്കെ കുറേ കടത്തിലാണ്, കുറേ പ്രശ്നത്തിലാണ്. ഫഖാല, ഒരൊറ്റ ഒട്ടക ചോദിച്ചിട്ടാണ്. അപ്പോഴാണ് ഈ പറയുന്നത്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഅന്നി അഅരിഫുക, എനിക്ക് നിന്നെ പരിചയമുണ്ട്. ഈ മലക്ക് പറയണേ, അലം തക്കുൻ അബ്റസ, നീ ഒരു വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? അലം തക്കുൻ, നീ ആയിരുന്നില്ലേ? അബ്റസ, ഒരു വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? യഖ്ദിറുക്കന്നാസു, ജനങ്ങൾ നിന്നെ വെറുപ്പോടുകൂടെ നോക്കും, അങ്ങനെയുള്ള ആളായിരുന്നില്ലേ ചോദിച്ചു. ഫഖീറൻ, ദരിദ്രനുമായിരുന്നില്ലേ? ഫഅഅതാക്കല്ലാഹ്, അള്ളാഹു പിന്നെ നിനക്ക് നൽകി, നിനക്ക് സമ്പത്ത് നൽകിയത് അള്ളാഹുവാണ്. നീ ഫഖീറായിരുന്നു, വെള്ളപ്പാണ്ടുകാരനായിരുന്നു, ജനങ്ങളൊക്കെ വെറുപ്പോടെ കണ്ടിരുന്ന ആളായിരുന്നില്ലേ? എനിക്ക് നിന്നെ പരിചയമുണ്ട്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നമാ വരിസ്തു ഹാദൽ മാല, ഇന്നമാ, തീർച്ചയായിട്ടും, വരിസ്തു, ഞാൻ ഉടമപ്പെടുത്തി, ഹാദൽ മാല, ഈ സമ്പത്തിനെ, കാബിറൻ അൻ കാബിരിൻ, എൻ്റെ പൂർവ്വപിതാക്കളിൽ നിന്ന് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണത്, അള്ളാഹു നൽകിയതൊന്നുമല്ല. പടച്ചോനെ മറന്നിട്ട് പറഞ്ഞു, എൻ്റെ വാപ്പാക്ക് വാപ്പാൻ്റെ വാപ്പ കൊടുത്താണ്, വാപ്പാൻ്റെ വാപ്പാക്ക് വാപ്പാൻ്റെ വാപ്പ കൊടുത്താണ്, പൂർവ്വപിതാക്കന്മാരിൽ നിന്നും അനന്തരമായിട്ട് ലഭിച്ച ഒരു സ്വത്താണിത് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ മലക്ക് പറഞ്ഞേ, ഇൻ കുന്ത കാദിബൻ, നീ കള്ളം പറയുന്നവനാണെങ്കിൽ, ഫി ദഅവാക, നിന്റെ വാദത്തിൽ നീ കള്ളം പറയുന്നവനാണെങ്കിൽ, ഫസയ്യറക അല്ലാഹു, അള്ളാഹു നിന്നെ ആക്കട്ടെ, ഇലാ മാ കുന്ത, നീ ഏതൊന്നിലാണോ ഉണ്ടായിരുന്നത് അതിലേക്ക് ആക്കട്ടെ. അള്ളാഹു നിന്നെ, നീ മുമ്പായിരുന്നതിലേക്ക് ആക്കട്ടെ. മുമ്പ് നീ പറഞ്ഞ പോലെ എന്താണ്, സ്വത്തുള്ള ആളാണെങ്കിൽ അങ്ങനെ തന്നെ ആക്കട്ടെ. അല്ല, നീ പറയുന്നത് നുണയാണെങ്കിൽ മുമ്പ് എന്താണോ നിന്റെ അവസ്ഥ ഉണ്ടായിരുന്നത് അതിലേക്ക് ആക്കട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹത്തെ ആ രൂപത്തിലേക്ക് ആക്കി. എന്നിട്ട് അത്തൽ അക്രഇൻ്റെ അടുത്തേക്ക്, കഷണ്ടിക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. ഫി സൂറത്തിഹി വ ഹൈഅത്തിഹി, കഷണ്ടിക്കാരൻ്റെ രൂപത്തിലും ഭാവത്തിലും. ഫഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, മിസ്ലമാ ഖാല ലിഹാദ, അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ പറഞ്ഞു. വറദ്ദ അലൈഹി, അദ്ദേഹത്തിനും മടക്കി കൊടുത്തു. മിസ്ലമാ റദ്ദ ഹാദ, ഇദ്ദേഹത്തിന് മടക്കി കൊടുത്തതുപോലെ, അദ്ദേഹത്തിനുണ്ടായ പോലെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് മടക്കി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇത് ഞാൻ കഷണ്ടിക്കാരനല്ല, എനിക്ക് ഒരുപാട് ഇടപാടുകൾ തീർക്കാണ്ട്, അതുകൊണ്ട് പശുവിനും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ പൂർവ്വപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത്, നിന്റെ വാദത്തിൽ, നിന്റെ സംസാരത്തിൽ നീ കള്ളമാണ് പറയുന്നതെങ്കിൽ നിന്റെ പഴയ രൂപത്തിലേക്ക് അള്ളാഹു നിന്നെ ആക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തെയും പഴയ രൂപത്തിലാക്കി. അതാ ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇൻ കുന്ത കാദിബൻ, നീ കള്ളം പറയുന്നവനാണെങ്കിൽ, ഫസയ്യറകല്ലാഹു ഇലാ മാ കുന്ത, നീ മുമ്പായിരുന്നതിലേക്ക് അള്ളാഹു നിന്നെ മടക്കട്ടെ, ആക്കട്ടെ. സാറ കാന സാറ, ആ സാറൻ്റെ സ്വയ്യറ, ആക്കുക. സാറ എന്ന് പറഞ്ഞാൽ ആയി എന്നാണ്, സ്വയ്യറ എന്ന് പറഞ്ഞാൽ ആക്കുക. അള്ളാഹു നിന്നെ ആക്കട്ടെ. ക്ലിയർ അല്ലേ? അത് സീന്.
അത് സീൻ സീൻ സീൻ, ഇത് സാറ. മൂന്നാമത് ഇപ്പോൾ അടുത്ത പോകാനുള്ളത് കണ്ണു കാണാത്ത ആളെടുത്ത് പോകണ്ടല്ലോ അല്ലേ. അത്തൽ അഴമ ഫി സൂറത്തിഹി വഹൈഅത്തിഹി, കണ്ണു കാണാത്ത ആളെടുത്തും ചെന്നു, അവൻ്റെ രൂപത്തിലും ഭാവത്തിലും. ഫഖാല റജുലുൻ മിസ്കീനുൻ, ദരിദ്രനായ ഒരു മനുഷ്യനാണ്. വബ്നു സബീലിൻ, യാത്രക്കാരനുമാണ്. ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ, വഴിയുടെ മകൻ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ. ഇൻഖതഅത് ബി അൽ ഹിബാലു ഫി സഫരി, എൻ്റെ യാത്രയിൽ സാമഗ്രികളൊക്കെ തീർന്നുപോയി. ഫലാ ബലാഗ ലിയൽ യൗമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നീ അല്ലാതെ വേറൊരു ആശ്രയം എനിക്കില്ല, അല്ല അള്ളാഹു അല്ലാതെ മറ്റൊരു ആശ്രയം എനിക്കില്ല, പിന്നെ അള്ളാഹു സഹായിച്ച നീയുമല്ലാതെ. ഉണ്ടോ, അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബില്ലദി, ഒരുത്തനെ മുൻനിർത്തി, റദ്ദ അലൈക ബസറക, നിന്റെ കാഴ്ചയെ മടക്കിത്തന്ന ഒരാളെ മുൻനിർത്തി. എന്തിനെ ചോദിക്കുന്നു? ഷാത്തൻ, ഒരാടിനെ ചോദിക്കുന്നു. നിനക്ക് കാഴ്ച മടക്കി നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നോടൊരാട് ചോദിക്കുകയാണ്. അത്തബല്ലഹു ബിഹ, ആ ആടിനെ ഉപയോഗപ്പെടുത്തി ഞാൻ എത്തും. ഫി സഫരി, എൻ്റെ യാത്രയിൽ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എനിക്ക് എത്താൻ കഴിയും, ഒരാടിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പം അദ്ദേഹം പറഞ്ഞേ, ഖദ് കുൻതു അഅ്മ, ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായിരുന്നു. റദ്ദല്ലാഹു ഇലയ്യ ബസരി, അള്ളാഹു എനിക്ക് എൻ്റെ കാഴ്ചയെ മടക്കി നൽകി. അള്ളാഹു എന്നാണ്, എല്ലാം അള്ളാഹു തന്ന. അതുകൊണ്ട് ഫഖുദ്, നീ എടുത്തോ, ഖുദ്, നീ എടുത്തോ, മാ ശിഅ്ത, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, വദഅ മാ ശിഅ്ത, നിനക്ക് ഇഷ്ടമുള്ളത് നീ ഉപേക്ഷിക്കുകയും ചെയ്തു. നിനക്ക് എത്ര വേണം എടുത്തോ, വേണ്ടാത്തതിനോട് വെച്ചോ, മൊത്തം വേണമെങ്കിൽ മൊത്തം എടുത്തോ. ഫവല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മാ അജ്ഹദുക, ഞാൻ നിന്നെ പ്രശ്നമാക്കുകയില്ല. ഏയ് അൽയൗം, ഇന്ന്, ബിശൈഇൻ അഖദ്തഹു ലില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന് വേണ്ടി നീ സ്വീകരിച്ച ഒന്നുകൊണ്ട് ഞാൻ നിന്നെ പ്രശ്നം ഉണ്ടാക്കൂല. എന്ത് വർത്തം നോക്കി നിങ്ങൾ. അള്ളാഹുവിന് വേണ്ടി എത്രയാണോ നീ എടുക്കുന്നത് അതിൽ ഞാൻ നിന്നോട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കൂല. ഞാൻ തിരിച്ചുകൊണ്ട, അത് അത്രയും എടുക്കണ്ട, എനിക്ക് ആവശ്യമുള്ള ഒന്നും പോലെ, ഒരു 5 എണ്ണല്ലേ, ഒരു 10 എണ്ണല്ലേ, അല്ലെങ്കിൽ ആ മുന്തിയതൊന്നും എടുക്കണ്ട. ആ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള എടുത്തോ. നിനക്ക് അത്യാവശ്യം പണം ലഭിക്കുന്ന, നീ കച്ചവടം ചെയ്ത് പണം ലഭിക്കാൻ പറ്റുന്ന കുറച്ചെടുത്തോ. അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. നീ എടുത്തതിനെ ഞാൻ തിരിച്ചു വാങ്ങൂല എന്നർത്ഥം. മനസ്സിലായോ? ക്ലിയറായോ? ഫഖാല, അപ്പം മലക്ക് പറഞ്ഞേ, അംസിക് മാലക്ക, നിന്റെ മുതലിനെ നീ കയ്യിൽ വെച്ചോ. ഫഇന്നമാ ഉബ്തുലീതും, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. ഫഖദ് റളിയല്ലാഹു അൻക, അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വസഖിത അലാ സാഹിബൈക, നിന്റെ 2 സ്നേഹിതന്മാർ, കൂട്ടുകാരുടെ മേൽ അല്ലാഹു കോപിക്കുകയും ചെയ്തിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ കോപം അവർക്ക് 2 പേർക്കുണ്ടായി, നിനക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും ലഭിച്ചിരിക്കുന്നു എന്ന്. ക്ലിയർ അല്ലേ? മുത്തഫഖുൻ അലൈഹി. ഇവിടെ ഇപ്പം എന്തുണ്ടായത്? ആ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കും കഷണ്ടിക്കാരനും വെള്ളപ്പാണ്ടുകാരനും അള്ളാഹു അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തു. അവർക്ക് ഇഷ്ടമുള്ള സംഗതികൾ, അവരാഗ്രഹമുള്ളത് കൊടുത്തു, മുതൽ കൊടുത്തു, ഇഷ്ടപ്പെട്ട മുതൽ കൊടുത്തു. അങ്ങനെ അവർക്കൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അവർ അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തെ നിഷേധിച്ചു. അള്ളാഹു അവരോട് ചെയ്ത എന്താണ്, അള്ളാഹു അവർക്ക് നൽകിയ ഔദാര്യത്തെ
അവർ നിഷേധിച്ചു, കണ്ണ് കാണാത്ത വ്യക്തി ഒഴികെ. അദ്ദേഹം ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്തു. അദ്ദേഹത്തിന് അതെന്ത് ചെയ്തു? അവിടെ അത് ബാക്കിയാക്കി. മറ്റുള്ളവർക്ക് അള്ളാഹു അത് എടുത്ത് കളയുകയും ചെയ്തു. ക്ലിയർ അല്ലേ? ഇബ്തല എന്നാണ് മാലി മഅറൂഫ്. ഇബ്തല, ഇബ്തൽ അല്ല, ഇത് മജ്ഹൂലാണ്. ഉബുത്തുലീത്തുന്നവര്, ഉബുത്തുലിയ, അതിങ്ങനെ ഉബുത്തുലിയ, ഉബുത്തുലിയ, ഉബുത്തുലു, ഉബുത്തുലിയത്ത്, ഉബുത്തുലിയത്ത, ഉബുത്തുൽന, ഉബുത്തുലീത്ത, ഉബുത്തുലീത്തുമ, ഉബുത്തുലീത്തും, അങ്ങനെ വരിക. ഉബുത്തുലീത്തും. മനസ്സിലായോ? ഉബുത്തുലിയ, ഉബുത്തുലിയ, ഉബുത്തുലു. അതിനെ സർഫാക്കുമ്പോഴേ അത് ഈ അവസാനം യാ വരുന്നതുകൊണ്ടാണ് ഈ വ്യത്യാസം. പിന്നെ ഉബുത്തുലീത്തും, ഉബുത്തുലീത്തും അത് മജ്ഹൂലാണ്. നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. മറ്റോടത്ത് നമ്മൾ യബ്തലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു പരീക്ഷിച്ചു എന്നാണ്. അത് മഅറൂഫ്, ആക്റ്റീവ് വോയിസ്. ഇത് മജ്ഹൂല്, പാസീവ് വോയിസ്. മനസ്സിലായോ? അത് അള്ളാഹു പരീക്ഷിച്ചു ഇവരെ. അത് മുതാരിയാണ്. ഇബ്തല എന്നാണ് മാലി വരിക. ഇബ്തല യബ്തലി, ഇബ്തല യബ്തലി, അതാണ് മാലി. മാലി ഇബ്തല എന്നും യബ്തലി എന്നും മുതാരി. ഇത് ഉബുത്തുലിയ യുബ്തല, മാലി മജ്ഹൂലും മുതാരി മജ്ഹൂലും. അപ്പോൾ അതിന്റെ ഉബുത്തുലീത്തും, നിങ്ങൾ 3 പേരും പരീക്ഷിക്കപ്പെട്ടു. വന്നാഖത്തുൽ ഉശറാഉ, നാഖത്തുൽ ഉശറ എന്ന് പറഞ്ഞാൽ ബിളമ്മിൽ ഐനി, ഐനിക്ക് ലമ്മോടുകൂടെയും ഫത്ഹി ഷീനി, ഷീനിക്ക് ഫത്ഹോടുകൂടെയും ഉഷറ എന്ന് വായിക്കണം. യൽ ഹാമിലു, അതിൻ്റെ അർത്ഥം ഗർഭിണി എന്നാണ്. വഖൗലുഹു ലാ അജ്ഹദുക, അതിൻ്റെ അർത്ഥം മായനാഹു, അതിൻ്റെ അർത്ഥം ലാ അശുക്കു, ഞാൻ പ്രയാസം ഉണ്ടാക്കൂല, അലൈക നിന്റെ മേൽ, ഫി റദ്ദി ഷൈഇൻ തഅഖുദുഹു, നീ എടുത്തതിനെ മടക്കി വാങ്ങുന്നതിൽ. അതുപോലെ ഔ തത്തുലുബുഹു മിൻമാലി, എൻ്റെ മുതലിൽ നിന്ന് നീ ആവശ്യപ്പെടുന്നതിനെ ഞാൻ മടക്കി വാങ്ങുന്നതിൽ ഞാൻ എന്താവൂല, പ്രശ്നം ഉണ്ടാക്കൂല. പറഞ്ഞാൽ അത് മടക്കി വാങ്ങൂല, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു എനിക്ക് തന്നു, അള്ളാഹുവിനെ ഞാൻ ഓർക്കുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, അതൊക്കെ മുൻനിർത്തി ഞാൻ തരുന്നതിൽ നീ ഏതാണോ എടുക്കുന്നത് അതിൽ നിന്നൊന്നിനും ഞാനൊരു പ്രശ്നവും ഒരു പ്രോബ്ലവും ഉണ്ടാക്കുന്നതല്ല. ക്ലിയർ അല്ലേ? ഉഷറ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞാണ് ഈ അൽ ഹാമിലു, ഗർഭിണി. അത് ഹാമിലു എന്നുള്ളത് ഗർഭമുള്ള ഒന്ന്, ഗർഭം പുരുഷന്മാർക്ക് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് താവ് കൊടുക്കാത്തത്. താവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹാമിലു, ഹാമിലത്തു, പെണ്ണാകുമ്പോൾ അങ്ങനെയല്ല പറയണ്ട, ഹാമിലത്തു എന്നല്ല പറയാം, അതിൻ്റെ ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഹാ ഇലു എന്ന് പറയാം, ഹൈലുകാരിക്ക്. ഒട്ടകത്തിന് അങ്ങനെയല്ലല്ലോ. ആടിന്, ആട് 6 മാസം 6 മാസം കൂടി പ്രസവിക്കൂലേ? ആട്, പശുക്കള് കുറച്ചും കൂടിയും ആവും. ഒട്ടകത്തിന് 10 മാസം വേണ്ടി വരുമോ എന്നറിയില്ല, ഒന്ന് നോക്കി നമുക്ക് പറയാം, ചർച്ച ചെയ്യാം. അപ്പോൾ ഇതെന്ത് ചെയ്യുക? അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, എനിക്ക് തന്നത് അള്ളാഹുവാണ് എന്നൊരു ബോധം ആ കണ്ണ് കാണാത്ത വ്യക്തിക്ക് ഉണ്ടായി. അതിനനുസരിച്ച് അതിന് മറ്റുള്ളവർ അത് ബോധം ഉണ്ടായില്ല, അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിച്ചു, അവർക്ക് അപകടം വന്നു. ഇദ്ദേഹത്തിൻ്റെ സമ്പത്തും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ നിലനിർത്തി.